ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്രാവ് കറിയാണ്. നല്ല രുചിയിൽ ഈ സ്രാവ് കറി വീട്ടിലുണ്ടാക്കിയെടുക്കാം, അതും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത്. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. അതിനായി ഞാനിപ്പം 1/2 കിലോ സ്രാവാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ കഴുകി മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കതിലേക്ക് സവാള, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 2 ചുള പുളിയും കുറച്ച് കറിവേപ്പിലയുമാണ്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിനി ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികളിടാം. ഞാനിപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ മാറ്റം വരുത്താവുന്നതാണ്. ഞാൻ അതിലേക്ക് ആവശ്യമായ ഉപ്പും ഇട്ട് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായി ഇളക്കിയ ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിക്കാം. ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം. അത് നല്ലപോലെ പറ്റി വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കണം. നമുക്കിനി സ്റ്റൗ കത്തിച്ച് ഇത് വേവിക്കാൻ വയ്ക്കാം. ഇതൊരു മൂടി കൊണ്ട് ഇങ്ങനെ ഒന്ന് മൂടി വെക്കണം. എന്നിട്ട് കറി തിളച്ച ശേഷം മാത്രമേ ഇതിൻ്റെ മൂട എടുക്കാൻ പാടുള്ളൂ. കറി ഇപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മൂട മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ ഒരു 10 മിനിറ്റോളം വേവിക്കണം. കറിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലെ ചാറൊക്കെ വറ്റി നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള കടുക് പൊട്ടിക്കാൻ വേണ്ടി